ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ കിട്ടുന്ന സ്പെസിഫിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സ്മാർട്ട് ഫോണിലും ഇപ്പോൾ കിട്ടുമെന്ന്. 6.7 ഇഞ്ചിന്റെ 90 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ഉള്ള ഈ ഒരു ഡിവൈസ് 1000 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് പോകും. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഔട്ട്ഡോറിൽ വിസിബിൾ ആണ്. കൂടെ ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ ഒരു വാട്ടർ ടച്ച് ഡിസ്പ്ലേ ആണ്. അതിലുപരി ആംബിയന്റ് ലൈറ്റിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സെൻസ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ് 360 ബ്രൈറ്റ്നസ് ടെക്നോളജി അഥവാ ഇതിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയി വേറൊരു സെൻസറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ താഴെയും മുകളിലുമായിട്ട് 2 സ്പീക്കേഴ്സ് ഉണ്ട്. യെസ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസിന് സപ്പോർട്ടും ഉണ്ട്. നോർമലി കാണുന്ന ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിൽ സ്റ്റീരിയോ സ്പീക്കറേ ഉണ്ടാവാറില്ല ഒരു കാര്യം. അതിലുപരി ഇതിന്റെ സ്പീക്കേഴ്സിൽ കുറച്ചുകൂടി ബേസ് ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നി. ഇതിന് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ് എന്ന് തോന്നിപ്പിക്കാത്ത വേറൊരു കാര്യമാണ് ഇതിന്റെ ഡിസൈൻ. ബാക്ക് സൈഡ് ഒരു പ്രീമിയം വീഗൻ ലെതർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. 8.1 മില്ലിമീറ്ററിന്റെ തിക്നെസ്സും 188 ഗ്രാമോളം വെയിറ്റും. ആൻഡ് ഇത് ഒരു പാൻ ടോൺ വാലിഡേറ്റഡ് കളറാണ്, ഫോറസ്റ്റ് ഗ്രീൻ. പ്ലം റെഡ് എന്ന് പറഞ്ഞ ഒരു കളറിലും കൂടി വരുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി ഇതിൽ IP52 വാട്ടർ റെപ്പലന്റ് റേറ്റിംഗും കൂടി ഉണ്ട്. പുറകുവശത്ത് 50 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് പിക്സൽ ക്യാമറയാണ്. ആൻഡ് ഈ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസ് ആണ് ഇതിൽ നിന്നും ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ കാണുന്ന ഫോട്ടോസിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടാണ് ഇതിൽ നിന്നുമുള്ള ഫോട്ടോ ഔട്ട്പുട്ട്സ് വരുന്നത്. ആൻഡ് ഈ പലതരം സാമ്പിളുകൾ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. ഈവൻ ഇതിന്റെ പോർട്രേറ്റ് മോഡ് പോലും അപ്പീലിംഗ് ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല നൈറ്റ് ഫോട്ടോസിലും ഇതിൽ നല്ല രീതിയിൽ ഡീറ്റെയിൽസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത്തരത്തിലുള്ള വീഡിയോസും ഇതിൽ നിന്നും ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. 8 മെഗാ പിക്സൽ എടുത്ത ഫോട്ടോ സാമ്പിളുകൾ ഇത്തരത്തിലാണ്. ആൻഡ് ഇതാ ഒരു വീഡിയോ സാമ്പിളും കൂടി കാണാം. ആൻഡ് ഗൂഗിളിന്റെ ഫോട്ടോസ് ആപ്പിനുള്ളിലുള്ള എഡിറ്ററിന്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നോർമൽ ആയിട്ട് എടുത്ത ഫോട്ടോസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലർ കൊടുത്ത് പോർട്രേറ്റ് ആക്കാം. ബ്ലർ ആയ ഫോട്ടോസിനെ വേണമെങ്കിൽ അൺബ്ലർ ചെയ്യാം. ഒബ്ജക്റ്റുകളെ ഇറേസ് ചെയ്ത് കളയാം എന്നിങ്ങനത്തെ സൂത്ര പരിപാടികൾ. പക്ഷേ എന്നെ ഞെട്ടിച്ച കാര്യം വേറൊന്നുമല്ല, ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 15 കൊടുക്കുന്നത്. യെസ്, ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഡിവൈസ് ആൻഡ്രോയിഡ് 15 വരുന്നത്. കൂടെ നിങ്ങൾക്ക് 2 കൊല്ലത്തിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സിന്റെ ഒരു ഗ്യാരണ്ടിയും കൂടി തരുന്നുണ്ട്. റൺ ചെയ്യുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡിലാണോ എന്ന് ചോദിച്ചാൽ സിമിലർ ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് നമ്മുടെ മോട്ടോയുടെ MyUX ആണ്. മോട്ടോറോളയുടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസസ്, ഈവൻ തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി വരെ ഇതിനകത്തുണ്ട്. ആൻഡ് എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷനുകൾ എക്സ്ട്രാ ആയിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതുമാണ്. ഇനി പെർഫോമൻസ് വൈസ് മീഡിയാടെക്കിന്റെ ഹീലിയോ G81 എക്സ്ട്രീം എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ഈ പ്രൈസ് പോയിന്റിൽ AnTuTu സ്കോർ റൺ ചെയ്ത് നോക്കുന്നത് തന്നെ വലിയ കാര്യമാണെന്നറിയാം. എന്നാലും 2.5 ലക്ഷത്തോളമാണ് സ്കോർ വരുന്നത്. 90 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സ്മൂത്ത് ആണ്. ഏറെക്കുറെ ചെറുകിട മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് സബ്വേ സർഫർ പോലെയുള്ള ഗെയിമുകളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. എന്നാലും ആൻഡ്രോയിഡ് 15-ൻ്റെതായിട്ടുള്ള കുറേയധികം വിഷ്വൽ മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഈവൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡ്രോയറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലർ ആയിക്കോട്ടെ, റീസെന്റ് ആപ്ലിക്കേഷൻസിന്റെ സ്ക്രീനിന്റെ പ്രിവ്യൂ ആയിക്കോട്ടെ, സെറ്റിംഗ്സിന്റെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ, ഇതെല്ലാം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും 4 GB LPDDR4X റാമും 64 GB UFS 2.2 സ്റ്റോറേജിലുമാണ് വരുന്നത്. അതിൽ 12 GB വേണമെങ്കിൽ നിങ്ങൾക്ക് റാം ബൂസ്റ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യാം, വേണമെങ്കിൽ മാത്രം. പക്ഷേ കണക്ടിവിറ്റി വൈസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.4 വെർഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലിം സൈസിൽ ഇതിനകത്ത് 5200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജർ കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിന്റെ ചാർജറും കേബിളുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 18 വാട്ടിന്റെ ചാർജർ ഉണ്ടെങ്കിൽ 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നോർമലി നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ 5200 mAh ബാറ്ററി ഈസ് മോർ ദാൻ എനഫ്. ഒന്നല്ല 1.5 to 2 ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ബാറ്ററി നീട്ടിക്കൊണ്ട് പോകാനും പറ്റും. കൂടാതെ സെക്യൂരിറ്റി വൈസ് ഡിവൈസിൽ നിങ്ങൾക്ക് ഫേസ് അൺലോക്കും അതേപോലെ സൈഡിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിവൈസിന്റെ പ്രൈസ് 6999 ആണ്. സോ ബിലോ 7000 ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും മോട്ടോറോളയുടെ G05. എന്നാലും ഡിവൈസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.